ഇന്ന് കമ്പനി ടൂറിന്റെ ആവശ്യവുമായി എനിക്ക് മലേഷ്യയിലേക്ക് പോകണം. മിസ് ചെയ്യും. ഇനി 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. നമ്മുടെ കമ്പനിക്ക് 40 കോഴിയുടെ ഒരു ടേൺ ഓവർ വന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ ഞാനാണ്. എന്നും ഞാൻ എന്റെ ഇപ്പൊ എന്നെ മലേഷ്യയിലേക്ക് വിടുന്നത് അടുത്ത ടേൺ ഓവർ പിടിക്കാനാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ സഹിക്കും. നിനക്ക് സങ്കടം വരുമോ? വരും. എനിക്ക് മനസ്സില്ല മോളെ, മനസ്സില്ല. എങ്കിലും ഓക്കെ മോളെ, ഞാൻ പോയിട്ട് വരാം. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എങ്കിലും ഞാൻ പോകുന്നു. ഓക്കെ മോളെ. എന്താ മുടിയിലും നോക്കണ അവർക്ക് ഇഷ്ടമല്ല? ഹലോ ഹലോ, മന്മഥൻ ചേട്ടാ. ആ പറയടി. അദ്ദേഹം സ്ഥലം വിട്ടു. പെട്ടെന്ന് വാ, ഞാൻ കാത്തിരിക്കുന്നു. എത്ര രൂപയ്ക്കാണ് നിങ്ങളുടെ സ്ഥലം വിറ്റത്? അതല്ല, മന്മഥൻ ചേട്ടനെ കാത്തിരിക്കുകയാണ് ഞാൻ. അദ്ദേഹം മലേഷ്യക്ക് പോയി. ചേട്ടൻ വരില്ലേ? എന്തിന്? ഞാൻ രാവിലെ തൊട്ട് നീണ്ട വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങിയല്ലേ. ആ വേട്ടാവിളിയും പോകുന്നത് ഞാൻ കണ്ടു. ഏറി വാ, ഞാൻ കതക് തുറന്നിട്ടിട്ടുണ്ട്. അവരിപ്പോ എത്ര ദിവസം കഴിഞ്ഞാ വരുന്നെന്ന് പറഞ്ഞത്? 2 ദിവസം. ഈ 2 ദിവസം നമുക്ക് അടിച്ച് പൊളിക്കാം. ഇവനൊക്കെ പണം പണം എന്നുള്ള ഒരൊറ്റ വിചാരമേ ഉള്ളൂ. സത്യം. നിനക്ക് പെണ്ണൊന്നും സൂക്ഷിച്ച് സംസാരിക്കണം. ഇത്രയും സമയം കൊണ്ട് ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയാമോ? മന്മഥൻ ചേട്ടനെ പോലെ ഒരു ഭർത്താവായിരുന്നു എന്റെ സ്വപ്നം. എന്തായാലും അയാൾക്ക് പണത്തിനോടുള്ള ആർത്തിമൂത്ത് അയാൾ എങ്ങനെ വരട്ടെ, എന്നെങ്കിലും വരട്ടെ. ആ ദിവസങ്ങൾ അത്രയും നമുക്ക് ആനന്ദഭരിതമാക്കാം. നമുക്ക് അടിച്ചു പൊളിക്കാം. പയലെടുത്തോണ്ട് വരാം. ഈ പയൽ എന്താ ഈ പറയണത്? എന്റെ ഭാര്യക്ക് ഇത്രയും നീളമില്ലല്ലോ. എടി വഞ്ചകി! ഇതേതാ ചങ്ങലക്കിട്ട ഈ മനുഷ്യൻ? ഭ്രാന്തനാണെങ്കിൽ കടന്നു പോകൂ ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. ഞാൻ ഈ നിൽക്കുന്നവളുടെ ഭർത്താവാണ്. ആരടാ നീ? ആരടാ നീ? പറയാം. അതിനു മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയ കൊള്ളായിരുന്നു. വെള്ളം നിനക്ക് തരാം. നിന്നെ വെള്ളം കുടിപ്പിച്ചേ വിടൂ. ഞാൻ പറയാം. ആരാന്ന് പറ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ അതും കൊണ്ട് വന്ന ആളാണ്. നീ ഫ്ലിപ്കാർട്ടിൽ ആരാ ഓർഡർ ചെയ്തത്? എനിക്ക് വല്ലാതെ വിശന്നപ്പോ, സ്നേഹം ആവശ്യമായി വന്നപ്പോ അതിന് പകരം ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണിയോ? ഇന്നിവിടെ വെച്ചതല്ലോ ചിക്കൻ ബിരിയാണി. അത് നീ കഴിച്ചതല്ലേ? എനിക്കാണ് തെറ്റുപറ്റിയത്. നിങ്ങളുടെ കുടുംബ വഴക്കിനിടയ്ക്ക് ഞാൻ വന്ന് കേറാൻ പാടില്ല. നിന്റെ കുടുംബ വഴക്കോ? നീ പോകാനും അവിടെ നിൽക്കും. ഞങ്ങളുടെ കുടുംബ വഴക്ക് സത്യത്തിൽ ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാമോ സാർ? വേണ്ട, ഞാൻ മരിച്ചോളാം. എന്നെ ചതിച്ച നിന്റെ കൂടെ ജീവിതം എനിക്ക് വേണ്ട. സാർ മരിക്കരുത് സാർ. സാർ മരിച്ചാൽ ഇതെന്റെ തലയിലാകും.